നമസ്തേ. കേരള രാഷ്ട്രീയത്തെ വീണ്ടും പിടിച്ചുകുലുക്കുകയാണ് മാസപ്പടി കേസ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് ഹാജരായി. അതേസമയം ഈ കേസിൽ വീണ്ടും സ്ഫോടനാത്മക ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷോൺ ജോർജ്. ഇത് വീണയിൽ അവസാനിക്കുന്ന കേസല്ല, അന്വേഷണം കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മറുവശത്ത് CPM ഇതിനെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മാസപ്പടി കേസ് ഏത് ഘട്ടത്തിലാണ്? ED അന്വേഷിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ കേസ് വീണ്ടും ദേശീയ ശ്രദ്ധ നേടുന്നത്? എല്ലാം വിശദമായി നോക്കാം. മാസപ്പടി കേസിൽ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച കേസുകളിൽ ഒന്നാണ് CMRL എക്സാലോജിക് മാസപ്പടി സാമ്പത്തിക ഇടപാട് കേസ്. പൊതുവെ മാസപ്പടി കേസ് എന്നറിയപ്പെടുന്ന ഈ കേസിലാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായത്. കൊച്ചിയിലെ ED ഓഫീസിലെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഭർത്താവ് മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് അവർ ഓഫീസിലെത്തിയത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ നേരത്തെ മാറ്റിവെച്ച ഹാജരാകലിന് ശേഷമാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. ഇതിനിടെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായത് ഷോൺ ജോർജിന്റെ പ്രതികരണമാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കേസ് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അന്വേഷണം കൂടുതൽ വിപുലമാക്കണമെന്നുമാണ്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആരോപണമാണ്. അന്വേഷണ ഏജൻസികൾ ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായി അത്തരമൊരു നിഗമനം പുറത്തുവിട്ടിട്ടില്ല. അതേസമയം CPM ഈ കേസ് തുടക്കം മുതൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ലക്ഷ്യമിടുകയാണെന്നും ആരോപിച്ചു വരുന്നു. ഷോൺ ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാസപ്പടി കേസ് വീണയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. വീണയെ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള പരാതിയല്ല കൊടുത്തത്. പിണറായി വിജയനിലേക്ക് അന്വേഷണം നീളേണ്ടതായിട്ടുണ്ട്. നിലവിൽ 10% എത്തിയിട്ടുണ്ട്. ED കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ പിണറായി വിജയൻ പ്രതിയായി വരും. ഇതെല്ലാം നടന്നത് പിണറായി വിജയനുള്ള കൈക്കൂലിയാണ്. പിണറായി വിജയൻ അപ്പുറത്തേക്കും അന്വേഷണം കടക്കാൻ സാധ്യതയുണ്ട്. പരാതി കൊടുക്കുമ്പോൾ താൻ BJP-കാരനല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്റെ പരാതിയിൽ BJP ഇടപെട്ടിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ CPM ഇപ്പോൾ നിലപാട് മാറ്റി ഒരുമിച്ച് പ്രതിരോധിക്കാം എന്ന് പറഞ്ഞ CPM ഇപ്പോൾ എവിടെയെന്ന് ഷോൺ ചോദിച്ചു. പിണറായി വിജയന്റെ കൂടെ ഇപ്പോൾ പാർട്ടിയില്ല. റെയ്ഡിന്റെ പേരിൽ എത്ര ആക്രമണങ്ങൾ നടന്നു? വീണ ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരായപ്പോൾ ഒരു CPM-കാരനെയും അവിടെ കണ്ടില്ല. 26 സഖാക്കൾ വീണ കൈക്കൂലി വാങ്ങിയതിന് ജയിലിൽ കിടക്കുകയാണ്. പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ആഹ്വാനം ചെയ്താലും സഖാക്കൾ ഒന്നും അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുണ്ടാവില്ല. കൊട്ടേഷൻ ടീമിനെ കിട്ടിയാൽ അവർ മാത്രമുണ്ടാകുമെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം CMRL എക്സാലോജിക് മാസപ്പടി സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ EDക്ക് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ED ഓഫീസിലാണ് ഹാജരായത്. ഭർത്താവ് മുൻ മന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ED ഓഫീസിൽ എത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാവാൻ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് വീണ എത്തിയിരുന്നില്ല. വീണയോടൊപ്പം അഭിഭാഷകയും എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ 10:30ഓടെയാണ് ചോദ്യം ചെയ്യലിനായി കറുത്ത കാറിൽ കറുത്ത മാസ്ക് അണിഞ്ഞ് വീണ എത്തിയത്. വെറുമൊരു സാധാരണ ചോദ്യം ചെയ്യലിനപ്പുറം മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബം നേരിട്ട് കള്ളപ്പണ കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുവെന്നത് കേസിന്റെ ഗൗരവം ഇരട്ടിക്കുന്നുണ്ട്. ഇതോടെ കേസ് നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലും ഇപ്പോഴും പാർട്ടിയിലെ ഒരു ഉന്നതൻ സംശയനിഴലിൽ തന്നെയാണ്. ഇന്ന് SFIO റിപ്പോർട്ടിന്റെ വിവരങ്ങളും റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. PMLA ആക്ട് 50 പ്രകാരമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CMRL എക്സാലോജിക് നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദിച്ചറിയുക. 2016 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ 2,78,00,000 രൂപ വീണയ്ക്കും കമ്പനിക്കും കരിമണൽ കമ്പനിയിൽ നിന്ന് IT സേവനങ്ങൾക്കെന്ന പേരിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിക്കായി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തില്ലെന്നാണ് ആദ്യം അന്വേഷണം നടത്തിയ SFIയുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്ത, മകൻ ശരൺ S കർത്ത എന്നിവർ ED ഓഫീസിൽ ഹാജരായിരുന്നു. ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെയും ഇന്നലെ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കർത്തയുടെ ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ശരൺ S കർത്ത. CMRL എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനങ്ങളുടെ ഡയറക്ടറാണ് ജയ S കർത്ത.
അതേസമയം CMRL എക്സാലോജി മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ഇഡിക്ക് മുന്നിൽ ഹാജരായതോടെ കേസ് നിർണായക വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുകയാണ്. വെറുമൊരു സാധാരണ ചോദ്യം ചെയ്യലിനപ്പുറം മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബം നേരിട്ട് കള്ളപ്പണ കേസിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നുവെന്നത് കേസിന്റെ ഗൗരവം ഇരട്ടിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലും ഇപ്പോഴും പാർട്ടിയിലെ ഒരു ഉന്നതൻ സംശയ നിഴലിൽ തന്നെയാണ്. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ കോടികളുടെ ആഭ്യന്തര സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമായ ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നാണ് ഇഡിയുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും കണ്ടെത്തൽ. യാതൊരുവിധ IT സേവനങ്ങളോ കൺസൾട്ടൻസിയോ നൽകാതെ CMRL നിന്നും വീണ 2.78 കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റിയതും അതിനു പുറമെ അവരുടെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും 50 ലക്ഷം രൂപ വായ്പ എന്ന പേരിൽ വാങ്ങിയതും കള്ളപ്പണ നിരോധന നിയമപ്രകാരം, അതായത് PMLA പ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡി കോടതിയിൽ വ്യക്തമാക്കിയത്. ഇത് ഭരണാധികാരം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുന്നതിനായി കൈപ്പറ്റിയ കൃത്യമായ അഴിമതി പണമാണ് എന്നാണ് വിമർശകരുടെ നിലപാട്. ഈ അഴിമതി കേസിലെ ഏറ്റവും സ്ഫോടനാത്മകമായ നിരീക്ഷണം അന്വേഷണത്തിന്റെ നിഴൽ പിതാവായ പിണറായി വിജയനിലേക്ക് നേരിട്ട് നീളുന്നു എന്നതാണ്. ഒരു സ്വകാര്യ കരിമണൽ കമ്പനി യാതൊരു സേവനവും ലഭിക്കാതെ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ കൈമാറണമെങ്കിൽ അതിന് പകരമായി സംസ്ഥാന ഭരണകൂടത്തിൽ നിന്നും ആഭ്യന്തര ആനുകൂല്യങ്ങൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടാകണം എന്നത് സാമാന്യ യുക്തിയാണ്. നിയമവിദഗ്ധരുടെ നിരീക്ഷണ പ്രകാരം പ്രധാനമായും 2 വഴികളിലൂടെ ഈ കുരുക്ക് പിണറായി വിജയനിലേക്ക് നീളാം. അതിലൊന്ന് അഴിമതി നിരോധന നിയമമാണ്. വീണ തൈക്കണ്ടിയിൽ കൈപ്പറ്റിയ പണം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നൽകിയ പരോക്ഷ കൈക്കൂലിയായി പരിഗണിക്കപ്പെടാം. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മകൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കി നൽകി എന്ന കുറ്റത്തിന് പിണറായി വിജയനെ കേസിൽ പ്രതിയാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണമായ നിയമസാധ്യതയുണ്ട്. രണ്ടാമത്തെ കുരുക്ക് കള്ളപ്പണ വെളുപ്പിക്കലിലെ പങ്കാളിത്തമാണ്. പിണറായി വിജയന്റെ വസതികളിൽ നിന്നും ലഭിച്ച രേഖകളിൽ ഈ പണമിടപാടുകളെക്കുറിച്ചുള്ള അറിവോ പങ്കാളിത്തമോ തെളിഞ്ഞാൽ അഴിമതി പണം ഒളിപ്പിച്ചു വെക്കാൻ സഹായിച്ചു എന്ന കുറ്റത്തിന് കള്ളപ്പണ നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ അദ്ദേഹത്തിന് മേലും ചുമത്തപ്പെടാം. കേസിന്റെ ഭാവി അതീവ സങ്കീർണവും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. CMRL നൽകിയ അപ്പീൽ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയ അനുമതി ഇഡിക്ക് ലഭിച്ച ഏറ്റവും വലിയ നിയമപരമായ ആയുധമാണ്. ഇതിന് പിന്നാലെ ഇഡി ഡയറക്ടർ നേരിട്ട് കൊച്ചിയിലെത്തി ഉന്നതതല യോഗം ചേർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലെന്ന സൂചനയും നൽകിയിരുന്നു. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ PMLA നിയമപ്രകാരം വീണയെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയ പകപോക്കലെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുണ്ടായ ധാർമ്മിക തകർച്ചയ്ക്ക് ഈ കേസ് കനത്ത ആക്കം കൂട്ടും. ഭരണത്തിന്റെ മറവിൽ നടന്ന കുടുംബ അഴിമതിയാണ് ഇതെന്ന് അണികൾക്ക് പോലും ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്ന തരത്തിലാണ് തെളിവുകളുടെ വിന്യാസം. കരിമണൽ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും ഒഴുകിയ കോടികളുടെ യഥാർത്ഥ ഉറവിടം ഇഡി പുറത്തു കൊണ്ടുവരുന്നതോടെ അത് പിണറായി വിജയന്റെയും CPMന്റെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന വഴിത്തിരിവായി മാറും. എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണയ്ക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയതെന്നും അതിന്റെ തിരിച്ചടവ് എങ്ങനെയായിരുന്നുവെന്നുമുള്ള കാര്യങ്ങളിൽ കർത്തയുടെ കുടുംബം നൽകിയ മൊഴികൾ വീണയ്ക്ക് പൂർണ്ണമായ കുരുക്കായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ തിരുവനന്തപുരത്തെ വസതിയിലും കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതിയിലും നടത്തിയ റെയ്ഡുകളിൽ നിന്നും കണ്ടെടുത്ത ആഭ്യന്തര രേഖകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണ വ്യക്തതയോടെയാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയും തമ്മിൽ ദുരൂഹമായ ഔദ്യോഗിക കരാറുകളിൽ ഏർപ്പെടുന്നത്. CPM തുടക്കം മുതൽ ഈ കേസിനെ രാഷ്ട്രീയ പ്രേരിത അന്വേഷണമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെയും അവരുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതെന്നാണ് പാർട്ടിയുടെ ആരോപണം. മറുവശത്ത് അന്വേഷണ ഏജൻസികൾ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നതാണ്. മാസപ്പടി കേസ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ അന്വേഷണങ്ങളിൽ ഒന്നായി തുടരുകയാണ്. ഒരു വശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം, മറുവശത്ത് രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. സത്യം എന്താണ്? അന്വേഷണം എവിടെ എത്തും? കോടതി നടപടികൾ എന്തായിരിക്കും? ഇവയെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.